ബ്ലൂടൂത്ത് നെക്ക് ബാൻഡ് മേടിക്കാനായിട്ടുള്ള പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് പറയുമ്പോഴത്തേക്ക് കോളിങ്ങിന് പ്രയോറിറ്റി കൊടുക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ മൈക്ക് ക്വാളിറ്റി ആണ് അവർക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത്. ഉറപ്പായിട്ടും നെക്ക് ബാൻഡ്സ് ആയിരിക്കും നല്ലത്. കാരണം ഇയർബഡ്സുകളെക്കാളും, പ്രത്യേകിച്ച് 2000 രൂപയ്ക്ക് ഉള്ളിൽ നമ്മൾ വാങ്ങിക്കുന്ന ഏതൊരു ഇയർബഡിനേക്കാളും ബെറ്റർ ആയിട്ടുള്ളൊരു മൈക്ക് ക്വാളിറ്റി നമ്മുടെ നെക്ക് ബാൻഡ്സിലായിരിക്കും ഉണ്ടാവുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഇയർബഡ്സ് മേടിച്ച് കളഞ്ഞു പോയിട്ടുള്ളവരായിരിക്കും. ഇനി അതല്ല, അവർക്ക് ഇയർബഡ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് എപ്പോഴും ചെവിയിൽ നിന്ന് ഊരി കേസിൽ വെക്കണം, പിന്നെ വീണ്ടും കോൾ വരുമ്പോഴത്തേക്ക് എടുത്ത് വെക്കണം, അല്ലെങ്കിൽ ഇയർബഡ്സ് അങ്ങനെ ചെവിയിൽ വെക്കാൻ താല്പര്യമില്ലാത്തവർ എന്ത് ചെയ്യുക, ഈ നെക്ക് ബാൻഡ് ആകുമ്പോഴത്തേക്ക് നമ്മളെ മാലയൊക്കെ പോലെ അങ്ങോട്ട് തൂക്കി അങ്ങ് ഇട്ടിരുന്നാൽ മതി, അവിടെ കിടന്നുകൊള്ളും. നമ്മളൊന്നും അതിനെക്കുറിച്ച് പിന്നെ ബോധറാവേണ്ട ആവശ്യമില്ല, പ്രത്യേകിച്ച് കളഞ്ഞു പോകുക എന്നുള്ളൊരു പേടിയും വേണ്ട. സോ അങ്ങനെയുള്ളവരുമാണ് ഈ നെക്ക് ബാൻഡ്സ് അങ്ങോട്ട് ചൂസ് ചെയ്യുന്നത്. പൊതുവെ കൂടുതൽ ചോദിക്കാറുണ്ട് ഏതൊക്കെ നെക്ക് ബാൻഡ്സ് ആണ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്, ബെറ്റർ ഡീൽ ആയിട്ടുള്ളതെന്നുള്ളത്. എനിക്ക് തോന്നുന്നു 2000 രൂപയ്ക്കുള്ളിൽ നമ്മുടെ CMFിന്റെ നെക്ക് ബാൻഡ് പ്രോ ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ OnePlusന്റെ ബുള്ളറ്റ് വയർലെസ് Z2 ANC ഉണ്ടായിരുന്നു. ഇതിനേക്കാളും ഒക്കെ തന്നെ, അല്ലെങ്കിൽ ഇതിനൊക്കെ തന്നെ മറികടക്കാൻ വേണ്ടിയാണ് റിയൽമി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പുതിയൊരു നെക്ക് ബാൻഡ് കൊണ്ടുവന്നിട്ടുണ്ട്. റിയൽമി ബഡ്സ് വയർലെസ് 5. റിയൽമി ബഡ്സ് വയർലെസ് നമ്മുടെ ചാനൽ അൺബോക്സ് ചെയ്തിട്ടുണ്ട്, വയർലെസ് 2 അൺബോക്സ് ചെയ്തിട്ടുണ്ട്, വയർലെസ് 3 പക്ഷേ അൺബോക്സ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അൺബോക്സ് ചെയ്യാം. കൂടാതെ 4 എന്തുകൊണ്ടാണ് അവർ കൊണ്ടുവരാത്തതെന്ന് അറിയത്തില്ല. എന്തായാലും 4 അങ്ങോട്ട് സ്കിപ്പ് ചെയ്തിട്ട് റിയൽമി ബഡ്സ് വയർലെസ് 5ലേക്കാണ് വന്നിരിക്കുന്നത്. 1799 രൂപയാണ് നോർമൽ റേറ്റ്, എന്നാൽ ഇതിൻ്റെ സ്പെഷ്യൽ ലോഞ്ച് ഓഫറിൽ 1599 കിട്ടുമായിരുന്നു. എന്തായാലും 2000 രൂപയ്ക്കുള്ളിൽ നമ്മൾ ഈ ഒരു റിയൽമി ബഡ്സ് വയർലെസ് 5 മേടിച്ചാൽ വർത്ത് ബൈങ് ആകുമോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ സവിശേഷതകൾ എന്നാണ് സ്പെക് വൈസ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. എന്തായാലും ഈ ഒരു പ്രോഡക്റ്റിൻ്റെയും അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ നമ്മുടെ ചാനലിൽ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ വീഡിയോ കമൻറ്റ് ആയിട്ടുള്ളൂ, ഞാനും ഉടനെ തന്നെ അങ്ങോട്ട് വാങ്ങിച്ച് അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ ചെയ്യുന്നതാണ്. കൂടാതെ നമ്മുടെ ചാനലിൽ അൺബോക്സ് ചെയ്യുന്ന ഈ ഒരു നെക്ക് ബാൻഡുകൾ അല്ലെങ്കിൽ ഗാഡ്ജറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് മേടിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇൻസ്റ്റയിലുള്ള ദീപ് സ്റ്റോൾ എന്നുള്ളൂ, അവിടെ നിന്ന് മേടിക്കാം. ഞാൻ മേടിച്ചതിനേക്കാളും വളരെ കാശ് കുറച്ച്. കൂടാതെ പ്രീമിയം ക്വാളിറ്റി, അതുപോലെ തന്നെ നോർമൽ ക്വാളിറ്റി ഇയർബഡ്സുകളുടെ കേസ് കവേഴ്സ്, വാച്ച് സ്ട്രാപ്പുകൾ, ഫസ്റ്റ് കോപ്പി വാച്ചസ് ഇയർബഡ്സ് എല്ലാം തന്നെ ഇൻസ്റ്റയിലുള്ള നമ്മുടെ ദീപ് സ്റ്റോളിലുണ്ട്. എല്ലാ ദിവസവും ഓഫറാണ് അവിടെ. സോ ഈ ഒരു വീഡിയോ പൂർണ്ണമായും കണ്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചെക്ക് ഔട്ട് ചെയ്യുക ദീപ് സ്റ്റോർ. അപ്പോൾ ആദ്യം നമ്മുടെ കളേഴ്സിലേക്ക് വരുവാണെങ്കിൽ 3 കളേഴ്സിലാണ് ഈ ഒരു പ്രോഡക്റ്റ് അവൈലബിൾ ആകുന്നത്. ഒന്ന് ഡോൺ സിൽവർ എന്ന് പറഞ്ഞിട്ടൊരു കളർ, രണ്ടാമെന്ന് പറയുമ്പോഴത്തേക്ക് മിഡ് നൈറ്റ് ബ്ലാക്ക്, മൂന്നാമെന്ന് പറയുമ്പോഴത്തേക്ക് ട്വലൈറ്റ് പർപ്പിൾ. 3 കളറും നല്ല രസമുണ്ട് കാണാനായിട്ട്. പിന്നെ മിഡ് നൈറ്റ് ബ്ലാക്ക് ആണ് ബ്ലാക്ക് ലവേഴ്സിന് ഏറ്റവും നന്നായിട്ട് തോന്നുക. ബാക്കിയെല്ലാം ഒരു കളർഫുൾ രീതിയിലാണ് ആക്ച്വലി കൊണ്ടുവന്നിരിക്കുന്നത്. ഏതിനാണെങ്കിലും 1799 രൂപ തന്നെയാണ്. 4.4 സ്റ്റാർ റേറ്റിംഗ് ഓൾറെഡി ഉണ്ട്. 468 പേരാണ് റേറ്റ് ചെയ്തേക്കുന്നത്. 70 റിവ്യൂസും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതിൽ എടുത്തു പറയേണ്ട ആദ്യത്തെ സവിശേഷത 50 dB ഹൈബ്രിഡ് ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ തന്നെയാണ്. ഇപ്പോൾ 50 dB ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ 2000 രൂപയ്ക്കുള്ളിൽ, അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും ഇത് നല്ലൊരു ഡീൽ തന്നെയാണ്. കൂടാതെ പ്ലേ ടൈമിലേക്ക് വരണമെങ്കിൽ അപ് ടു 38 hours ആണ് ടോട്ടൽ പ്ലേ ടൈം വിത്തൗട്ട് ANC. എന്നാൽ ANC ഓൺ ആക്കുവാണെങ്കിൽ അതങ്ങോട്ട് 20 hours പോകുന്നതാണ്. കൂടാതെ ഇതിനകത്ത് 360 ഡിഗ്രി സ്പേഷ്യൽ ഓഡിയോ എഫക്റ്റ് ഉണ്ട്. അതായത് നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിക്ക് ആ ഒരു സറൗണ്ട് എഫക്റ്റോട് കൂടിയിട്ട് പാട്ട് കേൾക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും നല്ലൊരു ഡീൽ തന്നെയാണ് നമ്മുടെ ഈ ഒരു റിയൽമി ബഡ്സ് വയർലെസ് 5. 13.6 mm ഡൈനാമിക് ഡ്രൈവേഴ്സ് ആണ് ഈ ഒരു പ്രോഡക്റ്റിൽ നമുക്ക് കിട്ടുക. കൂടാതെ 4000 Hz അൾട്രാ വൈഡ് ബാൻഡ് നോയ്സ് ക്യാൻസലേഷൻ ആണ് ആക്ച്വലി ഈ ഒരു നമ്മുടെ റിയൽമി ബഡ്സ് വയർലെസ് 5ലുള്ളത്. അതുകൊണ്ട് തന്നെ ബെറ്റർ മൈക്ക് ക്വാളിറ്റി ആയിരിക്കും ഇവിടെ കിട്ടുമെന്നുള്ളതിൽ വേറൊരു സംശയമില്ല. എന്തായാലും 5 മൈക്കാണ് കേട്ടോ, ആ ഒരു 5 മൈക്ക് സെറ്റപ്പാണ് ഈ ഒരു നെക്ക് ബാൻഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കൂടാതെ ഡ്യുവൽ ഡിവൈസ് കണക്ടിവിറ്റി ഉണ്ട്. അറ്റ് എ ടൈം നമുക്ക് 2 ഡിവൈസുകളിൽ കണക്ട് ചെയ്യാം. അതായത് ഈ ഡ്യുവൽ ഡിവൈസ് കണക്ടിവിറ്റി ഏറ്റവും കൂടുതൽ ഉപയോഗപ്രദമാകുന്നത് ഈ മൊബൈലിൽ വന്നിട്ട് ഉള്ള ബിസിനസ്സുകൾ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ. ഓഫീസിലൊക്കെ 2 മൊബൈൽ ഉപയോഗിക്കുന്നുണ്ടാവും. ഇപ്പോൾ ഒന്ന് പേഴ്സണൽ മൊബൈൽ അല്ലെങ്കിൽ മറ്റൊന്ന് ഓഫീസ് മൊബൈൽ. സോ ഓഫീസ് മൊബൈൽ ഒരാൾ സംസാരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ പേഴ്സണൽ മൊബൈലിൽ ഒരു കോൾ വരുന്നെങ്കിൽ അതങ്ങോട്ട് എടുക്കുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് അതിലേക്ക് സ്വിച്ച് ഓവർ ആവും. മറ്റേ ഓഫീസ് മൊബൈലിലേക്ക് വരുന്നെങ്കിൽ അതിലേക്ക് എടുക്കുമ്പോഴത്തേക്ക് അതങ്ങോട്ട് സ്വിച്ച് ഓവർ ആവും. സോ ഡ്യുവൽ ഡിവൈസ് കണക്ടിവിറ്റി എപ്പോഴും നല്ലൊരു ഓപ്ഷനാണ്. കൂടാതെ ബ്ലൂടൂത്ത് വെർഷൻ 5.4 ആണ് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത്. IP55ന്റെ ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റന്റ് നമുക്കിവിടെ കാണാൻ സാധിക്കും. മാഗ്നറ്റിക് ഇൻസ്റ്റന്റ് കണക്ഷൻ ഇവിടെയും ഉണ്ട്. പൊതുവെ റിയൽമി ബഡ്സ് വയർലെസ് മുതൽ ഈ ഒരു മാഗ്നറ്റിക് ഇൻസ്റ്റന്റ് കണക്ഷൻ ഉണ്ട്. അതായത് നമ്മൾ ഈ ഇയർബഡിലുണ്ടല്ലോ, ജസ്റ്റ് ഒന്ന് ഡിറ്റാച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഓൾറെഡി ഏത് ഡിവൈസിലാണോ കണക്ട് ചെയ്തിരിക്കുന്നത് അതിലേക്ക് ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് റീകണക്ട് ആവും. അറ്റാച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഓഫ് ആവും. അതുകൊണ്ട് തന്നെ നമ്മുടെ നെക്ക് ബാൻഡിന്റെ പ്ലേ ടൈം നമുക്ക് മാക്സിമം സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ്.
കൂടാതെ 45 ലോ ലേറ്റൻസി ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ റിയൽമി ലിങ്ക് ആപ്പ് ഇതിനകത്തും വർക്കാവും. സോ നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് പല കാര്യങ്ങളും കസ്റ്റമൈസ് ചെയ്യാനും EQ ഒക്കെ ചേഞ്ച് ചെയ്യാനും ഒക്കെ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയാണ് എന്തായാലും ഈ ഒരു റിയൽമി ബഡ്സ് വയർലെസ് 5നെ കുറിച്ചിട്ട് നമ്മൾ സ്പെക് വൈസ് നോക്കുവാണെങ്കിൽ കാണാൻ സാധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ. ഉറപ്പായിട്ടും 1799 രൂപയ്ക്ക് നല്ലൊരു ഡീലാണ്. പിന്നെ പൊതുവെ റിയൽമി എന്ന് പറയുമ്പോഴത്തേക്ക് ഡ്യൂറബിൾ അല്ല, പ്രത്യേകിച്ച് ആ ഒരു വയർ ഡ്യൂറബിൾ അല്ല എന്ന് പറയുന്നുണ്ട് പലരും. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കാര്യം കുറച്ച് നാൾ ആൾക്കാർ ഉപയോഗിച്ച് കഴിഞ്ഞാലേ നമുക്കത് അങ്ങോട്ട് മനസ്സിലാവത്തുള്ളൂ. പിന്നെ റിസ്ക് എടുത്ത് നിങ്ങൾ മേടിക്കുന്നെങ്കിൽ മേടിക്കാവുന്നേ ഉള്ളൂ. പക്ഷേ എല്ലാവരും ആ ഒരു കുറ്റം പറയുന്നില്ല കേട്ടോ, അതായത് വയർ ഇങ്ങനെ ഡ്യൂറബിൾ അല്ല എന്നുള്ളത്. പക്ഷേ ചിലർ ഇങ്ങനെ പറയുന്നുണ്ട്. സോ അതങ്ങോട്ട് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടം ലൈക്കായിട്ടും അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ടും, കൂടാതെ നമ്മുടെ ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്ന് കൺസിഡർ ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.